അങ്ങനെ കാത്തിരുന്ന 2025-26 ഫുട്ബോൾ സീസണിൻ്റെ പ്രഥമ സീസണായിട്ടുള്ള സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം നാളെ നടക്കുവാനായി പോവുകയാണ്. രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്.സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. മത്സരം ലൈവായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുമെന്നൊരു കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ, അതായത് മത്സരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അപ്ഡേറ്റുകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്ക്വാഡ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നൊരു കാര്യം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ എത്ര പേര് കാണും, ആരൊക്കെയായിരിക്കും ഉണ്ടാവുക, വിദേശ താരങ്ങൾ ആരൊക്കെയായിരിക്കും, ഇങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന വീഡിയോസിൽ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പബ്ലിഷ് ചെയ്യുമെന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 2025-26 സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒഫീഷ്യൽ സ്ക്വാഡ് നാളെ ഇറങ്ങുവാനായിട്ട് പോകുന്ന ടീമിൽ ലൈനപ്പിലല്ല, മറിച്ച് സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകുമെന്നൊരു കാര്യം വ്യക്തമായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഒഫീഷ്യൽ ഹാൻഡിലൂടെ നിലവിൽ പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സച്ചിൻ സുരേഷ്, അതോടൊപ്പം തന്നെ ആഷ് അൻവർ ഷെയ്ഖ്, നോറ ഫെർണാണ്ടസ് ആൻഡ് അൽ സാബിത്ത് എന്നീ പറയുന്ന 4 ഗോൾ കീപ്പർമാരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനോടൊപ്പം സൂപ്പർ കപ്പിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള യുവാൻ റോഡ്രിഗസും, നവോച്ച സിംഗ്, ഐബൻ ഡോലിംഗ്, സഹീഫ് എന്ന മലയാളി താരവും, അതോടൊപ്പം തന്നെ ബികാഷ് യുഗ്നാം, കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്.സി എന്ന ടീമിലേക്ക് എത്തിയിട്ടുള്ള താരമാണ് ബികാഷ് യുഗ്നാം. അപ്പോൾ തന്നെ അമീർ റാണവാഡെ, കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമീർ റാണവാഡെ ഈ ഒരു 5 വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണ് നിലവിൽ അമീർ റാണവാഡെ ടീമിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ എത്തിയിട്ടുള്ള ദുസാൻ ലെഗാട്ടറും ടീമിൻ്റെ ഭാഗമാണ്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഹോമിപാം റോയിയും സന്ദീപ് സിംഗും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പമുണ്ട്. അപ്പോൾ തന്നെ സുമിത് എന്ന താരവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡേഴ്സ് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട് എന്നാണ് അറിയുവാണ്ട്, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സ്ക്വാഡിൽ ഉള്ളത്. സോ നിലവിൽ 4 ഗോൾ കീപ്പർമാരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോഴും നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ ഒരു സ്ട്രെങ്തനിങ് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 10ഓളം ഡിഫൻഡേഴ്സുമാർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ട് എന്നൊരു കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഉണ്ട് എന്നൊരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ് അഡ്രിയാൻ ലൂണ. ഫ്രെഡി ലാലൻ മാവിയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനനും, അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു മികച്ച ഇൻ്റർനാഷണൽ താരമായിട്ടുള്ള ഡാനിഷ് ഫാറൂഖും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള മിഡ്ഫീൽഡേഴ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മലയാളി താരങ്ങളായിട്ടുള്ള അസറും ഐമനും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം തന്നെയുണ്ട്. പിന്നീട് അമാവിയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ആയിട്ട് ഇറങ്ങി മത്സരങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം മികച്ച പ്രകടനം മത്സരങ്ങളിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ് അമാവിയ. ഇനി ഫോർവേഡ്, അതായത് അറ്റാക്കേഴ്സിലേക്ക് വരുമ്പോൾ മലയാളി താരമായിട്ടുള്ള ശ്രീകുട്ടനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞുപോയ സീസണിലെ മികച്ച താരങ്ങൾ ഒരാളായിട്ടുള്ള നോഹ സദോയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോണിൻ്റെ സ്പെല്ല് കഴിഞ്ഞ്, അതായത് ലോൺ കാലാവധി കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള മലയാളി താരം നിഹാൽ സുധീഷും ഉണ്ട്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഐക്കണായിട്ടുള്ള കോറു സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനോടൊപ്പം ഉണ്ട്. പിന്നീട് കോൾദോ ഒബേറ്റ, ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 പുതിയ അറ്റാക്കേഴ്സ് ആണ് കോൾദോ ഒബേറ്റയും, അതോടൊപ്പം തന്നെ തിയാഗോ അൽവസും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായിട്ടുണ്ടായിരുന്ന ക്വാമെ പെപ്രയ്ക്കും, അതോടൊപ്പം തന്നെ ജീസസ് ജിമിനസിനും പകരക്കാരായിട്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള താരങ്ങളാണ് ഇവർ. സോ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് നോക്കുമ്പോൾ വളരെ മികച്ച താരങ്ങളൊക്കെ തന്നെ അണിനിരന്നിട്ടുള്ള ഒരു ഫുൾ സ്ക്വാഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടി പുറത്ത് വിട്ടിട്ടുള്ളത്. സോ അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളും ഈ ഒരു സ്ക്വാഡിലുണ്ട്. സോ അതിനകത്ത് ഒരു മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുമെന്നത് ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ ഒരു നല്ലൊരു ടീം, അതായത് പുതിയ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ട്. സോ അവരൊക്കെ മെയിനിലേക്ക് വരുമ്പോൾ അവർ തമ്മിലുള്ളൊരു എന്താ പറയുക, ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു ഗെയിം എത്രമാത്രം മികച്ചതാവുന്നു അത്രയും അനുസരിച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കൊണ്ട് സെമി ഫൈനലിലേക്ക് കടക്കുവാനായിട്ടുള്ള സാധ്യതകൾ. സെമി എത്തിയാൽ പിന്നീടുള്ളത് ഫൈനലാണ്. ഫൈനലിൽ ജയിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നത് AFC സ്പോട്ട് തന്നെയാണ്. സോ അതുതന്നെയാണ് പ്രധാന ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യമെന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായിട്ടുള്ള ഐമനും അസറും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ AFC സ്പോട്ട് നേടിയെടുക്കുക തന്നെയാണ് ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അതായത് ഒരു ഇന്ത്യൻ ക്ലബ്ബ് എന്ന നിലയിൽ. സോ എന്നാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിലൂടെ, അല്ലെങ്കിൽ ഈ വരുവാനായിട്ട് പോകുന്ന 3 മത്സരങ്ങളിലൂടെ ജയിച്ചുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.